الحمد لله الذي ألف بين قلوبنا وجمع على الاتحاد كلمتنا فنشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فأوصيكم عباد الله ونفسي أولا بتقوى الله. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ സഹോദരങ്ങളെ, സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അള്ളാഹുവിന്റെ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും പാലിച്ച് തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കണേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളുമായി മുന്നേറുവാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിച്ചു പോകുന്ന ആ മഹാഭാഗ്യവാന്മാരിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം ഏറെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു വിഷയമാണ് ഐക്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. ഐക്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് പാരത്രിക വിജയത്തിന് നിർബന്ധമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഐക്യത്തിന്റെ പ്രാധാന്യം, അതേപോലെ തന്നെ ഭിന്നതയുടെയും അകൽച്ചയുടെയും ആ വേദികളൊക്കെ കൊട്ടിയടക്കുന്ന ആഹ്വാനമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആല ഇംറാൻ 3-ാമത്തെ അധ്യായം 103-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങൾ ഒന്നിച്ച് അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം. വലാ തഫറഖൂ, നിങ്ങൾ ഒരിക്കലും തന്നെ ഭിന്നിക്കരുത്. ഭിന്നത കൊണ്ട് ഒന്നും നേടിയിട്ടില്ല ഒരു സമൂഹവും, ഒരു കാലഘട്ടവും ഒന്നും നേടിയിട്ടില്ല, ഒരു രാജ്യവും ഒന്നും നേടിയിട്ടില്ല. ഭിന്നത ഇഷ്ടപ്പെടുന്നത് പൈശാചിക പ്രവർത്തനങ്ങളിൽ മുന്നേറുന്ന ആളുകളാണ്. പിശാചിന് ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു സംഗതി എന്താണ്? ഐക്യപ്പെട്ടു പോകുന്ന ആളുകളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു മേഖല എന്നുള്ളത് അനൈക്യമാണ്. അനൈക്യമുണ്ടാകുമ്പോഴേ വെറുപ്പുണ്ടാകുള്ളൂ, വിദ്വേഷങ്ങൾ ഉണ്ടാകുള്ളൂ. അതേപോലെ തന്നെ അത്തരം ദേഷ്യവും ആ രൂപത്തിൽ സമാധാന അന്തരീക്ഷം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് പിശാച് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയാണ് വലാ തഫറഖൂ, നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല. ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തൃപ്തിപ്പെടുന്ന വിഭാഗമാണ്. ഇന്നല്ലാഹ ലയർളാ സലാസൻ, 3 തരം ആളുകളെ, ഇന്നല്ലാഹ ലയർളാ ലക്കും സലാസ, നിങ്ങളിൽ 3 തരം ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. 3 കാര്യങ്ങൾ നിങ്ങളിലുണ്ടോ അള്ളാഹുവിന് വെറുപ്പാണെന്നും പറഞ്ഞ ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, തൃപ്തി നേടുന്ന ഒരു കാര്യത്തിൽപ്പെട്ടതാണ് നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ, അള്ളാഹു കൽപ്പിച്ചതിന്റെ പേരിൽ ഐക്യത്തോട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോഴും ഔസിന്റെയും ഖസ്റജിന്റെയും ചരിത്രം നമുക്കറിയാം. പരസ്പരം അങ്ങേയറ്റം കലഹിച്ചിരുന്ന ഒരു സമൂഹത്തെ ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ ഒരു സമൂഹത്തിന്റെ നെറുകയിലേക്ക് കൈപിടിച്ചുയർത്താൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് ഖുർആനായിരുന്നു. ആ ഹദീസിലേക്കായിരുന്നു, ചര്യയായിരുന്നു എങ്കിൽ മുഅ്മിനീങ്ങളെ മാതൃകാ യോഗ്യമായ രൂപത്തിൽ തന്റെ ഒട്ടകം തന്റെ അടുത്തുള്ള ഒരു അയൽവാസിയുടെ അല്ലെങ്കിൽ ശത്രുഭാഗത്ത് നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ ഗോത്രത്തിന്റെ അടുക്ക് പോയി വെള്ളം കുടിച്ചതിന്റെ പേരിൽ
മാസങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ഒരു സമൂഹത്തെ ഏറ്റവും മാതൃകായോഗ്യമായ രൂപത്തിലേക്ക് എത്തിച്ചില്ലേ? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമൂഹം. തഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്ന തിന്മയെ തൊട്ട് വിരോധിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ സമൂഹം നിങ്ങളാണെന്ന് പറയുന്ന രൂപത്തിലേക്ക് ആ ഉമ്മത്തിനെ മദീന നിവാസികളെ മാത്രമല്ല ലോകത്തുള്ളവർക്ക് മാതൃകയോഗ്യമാക്കുന്ന രൂപത്തിലുള്ള ഒരു ചരിത്രം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കറിയാം, ചരിത്രത്തിന്റെ താളുകളിൽ യുദ്ധം സംഭവിക്കുന്ന സന്ദർഭത്തിൽ, വെള്ളത്തിന് മരണത്തിനോട് മല്ലടിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ അതാ വെള്ളത്തിന് ദാഹിക്കുകയാണ്, മരണപ്രാളത്തിൽ നിൽക്കുന്ന ആ സമൂഹം പോലും തനിക്ക് വെള്ളത്തിന് ആഗ്രഹമുള്ള സന്ദർഭത്തിലും ദാഹത്തിന് ദാഹിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിലും തന്റെ സഹോദരന് വേണ്ടിയിട്ട് അങ്ങോട്ട് കൈനീട്ടുന്ന അവസ്ഥയിലേക്ക്, എന്നിട്ട് ആ ലാസ്റ്റിലേക്ക് ചെല്ലുന്ന സന്ദർഭത്തിൽ തിരിച്ചു വരുമ്പോൾ ആദ്യം ചൂണ്ടിയാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് മാത്രം പറയല്ലോ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നില്ലേ? നിങ്ങൾ ശത്രുക്കളായിരുന്നപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾക്കെതിയും അടക്കമുണ്ടാക്കി. നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായി മാറിയത് അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട് മാത്രമാണ്. വിശ്വാസികളെ, നമുക്ക് ഐക്യത്തോടെ സ്നേഹത്തോടെ ചേരാവുന്ന മേഖലയൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് ആരോടായിരുന്നാലും ചേർന്ന് നിന്നുകൊണ്ട് ഇസ്ലാം വിലക്കപ്പെടുന്ന കാര്യങ്ങളാണ് എങ്കിൽ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മാനുഷികമായ മൂല്യങ്ങളിലൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മുസ്ലിങ്ങൾ പരസ്പരം അൽ മുസ്ലിം അഖുൽ മുസ്ലിം, മുസ്ലിങ്ങൾ സഹോദരങ്ങളാണ്. കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹു ബഅദാ, ആ ബിൽഡിങ്ങിന് ഒരു ഇഷ്ടിക മറ്റുള്ള ഇഷ്ടികൾക്ക് ബലം കൊടുക്കുന്നത് പോലെ, ആ ബിൽഡിങ്ങിന് ബലം കൊടുക്കുന്നത് പോലെ മുസ്ലിങ്ങളെ നമ്മൾ ഓരോരുത്തരും ശക്തി കൊടുക്കേണ്ടുന്ന ആളുകളാണ്. ആ ഐക്യത്തിന്റെ ആ ആയത്തിന്റെ ബാധ്യത, നിങ്ങൾ നരകത്തിന്റെ വക്കിലേക്ക്, നരകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ നരകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തു. എന്താണ് അതിന് തഫ്സീർ നമുക്ക് കാണാൻ സാധിക്കും. ബഹുദൈവ ആരാധനയും അധാർമിക പ്രവർത്തനം കാരണം നിങ്ങൾ നരകത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഞാൻ കൈപിടിച്ച് സ്വർഗത്തിന്റെ പാതയിലേക്ക് എത്തിച്ചല്ലോ. ഈ ഐക്യമാണ് നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് മാറേണ്ടതുണ്ട്. വീട്ടിൽ സമാധാനം ഉണ്ടാകണം, ഐക്യമുണ്ടായിരിക്കണം, സ്നേഹമുണ്ടായിരിക്കണം, കാരുണ്യം ഉണ്ടായിരിക്കണം. എങ്കിലേ നല്ലൊരു കുടുംബത്തെ കെട്ടിപ്പടുക്കാൻ സാധ്യമാവുകയുള്ളൂ. എന്നാലും വീട്ടിൽ അനൈക്യാണ്, കുട്ടികൾ പരസ്പരം ചേരൂല, ഇക്കാക്കി ഉപ്പയും ഉമ്മയും ബാപ്പയും മക്കളും ചേരുന്നില്ല എങ്കിൽ എവിടെയാണ് സുഹൃത്തുക്കളെ, എവിടെയാണ് വിശ്വാസികളെ നല്ലൊരു സമൂഹത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുക? അതുകൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി UAE എന്ന രാജ്യം നോക്കൂ നിങ്ങള്, ഏറ്റവും ലോകത്തിന്റെ മുമ്പിൽ മാതൃകായോഗ്യമായ രൂപത്തിൽ ഈ ഇമാറാത്ത് 53ാമത്തെ വർഷം അതിന്റെ നാഷണൽ ഡേ ആഘോഷിക്കുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള സന്ദേശം? പല പ്രവശ്യകളായിരുന്ന അതിനെ ഒന്നിച്ച് ഏകീകരിച്ചുകൊണ്ട് ഒറ്റ തീരുമാനം, വ്യത്യസ്തരല്ല, നമ്മൾ ഒന്നാണ്, ഐക്യത്തോടെ ഈ രാജ്യത്തിന്റെ കെട്ടറപ്പോടുകൂടി മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചതിന്റെ പേരില 53ാമത്തെ വർഷം ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഷെയ്ഖ് സായിദ്, അല്ലാഹു അവരുടെ ദറജ എത്തി കൊടുക്കട്ടെ, പാപങ്ങൾ പുറത്തു കൊടുക്കണം, പ്രാർത്ഥിക്കുകയാണ് നമ്മൾ വേണ്ടത്. നോക്കൂ നിങ്ങൾ, അവരുടെ ലക്ഷ്യം ഈമാനികമായിരുന്നു, അവരുടെ വിശ്വാസം ഉറച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ആ രൂപത്തിൽ മുന്നോട്ട് പോയത് കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ സഹായം അവർക്ക് കിട്ടി. ഏത് രൂപത്തിലേക്ക് എത്തി? പല രാജ്യങ്ങളുടെ മുമ്പിലും UAE യശസ് ഇന്ന് മുകളിലാ. എവിടെ എത്തി? സ്പേസിലും അതേപോലെ തന്നെ ചൊവ്വാഗ്രഹങ്ങളിലും പോലും UAE എല്ലാ നിലക്കും പരീക്ഷണ മേഖലയിൽ പോലും UAE മുൻപന്തിയിലാണ്. ലോകത്ത് ഏറ്റവും സുരക്ഷിതത്വമുള്ള ഒരു രാജ്യം, സുരക്ഷിതമായി രാത്രി പോലും ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു രാജ്യം ഇമാറാത്താണ്. അത്രമാത്രം ഉയർന്നിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് അതിനൊരു ഉദ്ദേശങ്ങളുണ്ട്, അത് പൂർത്തീകരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ലൊരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാൻ, നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വീടുകളിൽ ഐക്യത്തോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ മുന്നോട്ട് പോയാൽ
ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ആഗ്രഹം അല്ലാഹു പൂർത്തീകരിച്ചു തരും എന്നുള്ളതാണ്. നന്മയുടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരെ അല്ലാഹു സഹായിച്ചു കൊണ്ടേയിരിക്കും. അല്ലാഹു സഹായിക്കേ, അള്ളാഹുവിന്റെ സഹായം കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ മാറണം. നല്ല സ്വഭാവത്തിന്റെ പെരുമാറ്റത്തിന്റെ രൂപത്തിലേക്ക് നമ്മുടെ വീടുകളെ മാറ്റിയാൽ നല്ലൊരു കുടുംബം ഉണ്ടാകും. നല്ലൊരു കുടുംബം, നല്ലൊരു സമൂഹം ഉണ്ടാകും. നല്ല സമൂഹമാണ് ഈ രാജ്യത്തിനും ഭരണകൂടത്തിനും ലോകർക്ക് ആകെ പ്രതീക്ഷിക്കുന്ന നല്ലൊരു സമൂഹം. അതിന് നന്മ ഉണ്ടാകുള്ളൂ, കനിവിന്റെ കിനിവ് അവിടെ ഉണ്ടാവുള്ളൂ, സ്നേഹം ഉണ്ടാകുള്ളൂ, കാരുണ്യം ഉണ്ടാകുള്ളൂ. ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ സമാധാനമുള്ള ഒരു രാജ്യത്തിൽ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, കഠിനാധ്വാനം ചെയ്ത ആളുകൾ ഒരുപാടുണ്ട്. ജീവൻ കൊടുത്ത ആളുകളുണ്ട്, രക്തം കൊടുത്ത ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവർ നൽകിയതിന്റെ സമാധാനമാണ്. ഒരു ചെടി നട്ട് വളർത്തി വലുതാക്കി അതിന്റെ തണലിൽ വിശ്രമിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അത് വലുതാകാൻ പ്രയാസപ്പെട്ടവർക്ക് അതിന്റെ പ്രയാസം അറിയുള്ളൂ. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്തിന് വിഘാതം നിൽക്കുന്ന, കെട്ടുറപ്പിനെ തകർക്കുന്ന രൂപത്തിൽ ഒന്നും നമുക്ക് പാടില്ല. അതിനെ ഏറ്റവും ഉയർച്ചയിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതും നമ്മുടെ ഒരു ബാധ്യതയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് പ്രതിഫലമുണ്ടെങ്കിൽ പോലും ആ നന്ദി സൂചകമായി ജനങ്ങൾക്ക് നന്മ ചെയ്തതിന്റെ ആ അടിസ്ഥാനത്തിൽ അല്ലാഹു അവരെ ഉയർത്തുകയാണ് ചെയ്തത്. പ്രാർത്ഥനയാണ് നമുക്ക് കൊടുക്കേണ്ടത്. എപ്പോഴും അതൊക്കെ മനസ്സിലാകറിയോ? സുരക്ഷിതത്വം നഷ്ടപ്പെട്ട ഒരു രാജ്യത്തിൽ പെട്ടതാണ് എങ്കിൽ അപ്പോഴേ നമുക്ക് അറിയുള്ളൂ. വെടിയൊച്ചകളും ബോംബുകളും വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും രാജ്യത്തിൽ പെട്ടുപോയിട്ടുള്ള, അവിടെ ജോലി ചെയ്യേണ്ട ആളുകളാണെങ്കിൽ ബിസിനസ് കിട്ടെറിഞ്ഞ് പോകേണ്ടി വരും. ആയുഷ് കാലം കൊണ്ട് ഒരു സ്വപ്നം കണ്ട് ഒരു ബിസിനസ് തുടങ്ങിയതാ. ഇത്രയും സുരക്ഷ അത് നിലനിർത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകളെ അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ നേതാക്കന്മാർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وأصلي وأسلم على خاتم الأنبياء والمرسلين يا أيها الناس أوصيكم عباد الله ثانيا بتقوى الله. അള്ളാഹുവിന്റെ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് തഖ്വയുള്ള ജീവിതം നയിക്കണേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുമിച്ച് നിന്നാലുള്ള ഗുണം അത് ദുനിയാവിൽ നിന്ന് അനുഭവിക്കാൻ സാധിക്കും. ശത്രുത കൊണ്ട് ഒന്നും സമൂഹം നേടിയിട്ടില്ല, ആളുകളും നേടിയിട്ടില്ല. നാം ജോലി ചെയ്യുന്ന ചുറ്റുപാടുകളിലും സ്ഥാപനങ്ങളിലും ഐക്യപ്പെട്ടുകൊണ്ട് പോകണം. എങ്കിലേ ആ സ്ഥാപനം ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കെട്ടുറപ്പുള്ള ഏറ്റവും ഉദാഹരണമായ മക്ക, മദീന, അതേപോലെ UAE പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഉന്നതിയിലെത്തിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഐക്യം കൊണ്ട്, സ്നേഹം കൊണ്ടും, അതേപോലെ തന്നെ സൽസ്വഭാവം കൊണ്ടും, പെരുമാറ്റം കൊണ്ടും. അതുകൊണ്ട് തന്നെ ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചത് ഏറ്റവും നല്ല വിജ്ഞാനം കൊണ്ട് മാത്രമാണ്. ഐക്യവും ഏറ്റവും നല്ല വിജ്ഞാനമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധ കൊടുത്തു. ഏറ്റവും നല്ല ഹോസ്പിറ്റലുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വളർന്നു വലുതായി. അതൊക്കെ അതേപോലെ തന്നെ ഈ രാജ്യം നമുക്ക് നൽകുന്ന സുരക്ഷിതത്വം എത്ര ഈ ഇമാറാത്ത് നൽകുന്നത്. നമ്മുടെ രാജ്യത്തെക്കാളും നമ്മുടെ നാടിനേക്കാളും ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ മുസ്ലിമാണോ അവർക്ക് കൃത്യമായി ജമാഅത്ത് നിസ്കരിക്കാൻ ഓരോ ഏരിയയിലും പള്ളികളും സ്ഥാപിച്ചു. അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ, ശാക്കിരീങ്ങളായിട്ട് മാറാൻ അവസരങ്ങളില്ലാതെ പോകരുത് എന്നുള്ളത് ഈ ഭരണാധികാരികളുടെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. നമുക്ക് ഒഴിവുണ്ടോ, ഒഴിവില്ലല്ലോ, നിസ്കരിക്കാൻ സ്ഥലമുണ്ടോ, സമയമുണ്ടോ എന്നല്ല നമ്മൾ അങ്ങനെ ചിന്തിക്കുള്ളൂ. അതേപോലെ തന്നെ ഈ രാജ്യം ഖുർആൻ പഠിക്കാനും അതേപോലെ തന്നെ വിജ്ഞാനം കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള സ്ഥാപനങ്ങൾ ഒരുപാട് ഇവിടെ ഈ രാജ്യത്തെ ആളുകൾക്കല്ല, മറ്റുള്ള വിദേശികളായിട്ടുള്ള ആളുകൾക്കും ഇവിടെ കൊടുക്കുന്നുണ്ട്. കഴിവുന്ന പരമാവധി അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക. അതേപോലെ തന്നെ മസ്ജിദുകള് നാം ജമാഅത്തിന് കൃത്യതയോടെ എത്തുക. നോക്കൂ, നിങ്ങൾ ഈ രാജ്യം
വിവിധ ഭാഷയിലുള്ള ആളുകൾക്ക് ഖുതുബ ദീനിനെ പഠിക്കാൻ മിമ്പറുകളെ മലയാളത്തിൽ നമുക്ക് നൽകി. എത്ര വലിയ ഈ ഒരു കരുണയാണ്. അതുകൊണ്ട് തന്നെ അതിനെ നിലനിർത്തുന്ന രൂപത്തിൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഈ അവസരം തന്ന അറിയാത്ത ആളുകൾ ഏതെങ്കിലും ഈ പ്രദേശത്ത് പ്രദേശത്ത് ആരെങ്കിലും അറിയിക്കണം, നമ്മൾ എത്തിച്ചു കൊടുക്കണം. ദീന് പഠിക്കാനുള്ള അവസരങ്ങളാണ്, പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഏറ്റവും നല്ല വിജ്ഞാനമുള്ള, അറിവുള്ള, അതേപോലെ തന്നെ സ്നേഹമുള്ള, സ്വഭാവമുള്ള ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അള്ളാഹുവിന് അങ്ങനെ എന്ത് ചെയ്യാ മുന്നോട്ട് പോവുകയാണ്. കാരണം എന്താ? എന്നിട്ട് അള്ളാഹുവിന് ശുക്ർ കാണിക്കും. പടച്ചോൻ ഇതൊക്കെ തന്നത് വഷ്കുറു നിഅമതല്ലാഹ്. അള്ളാഹുവിന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വഷ്കുറു, നിങ്ങൾ നന്ദി കാണിക്കണം. നിഅമതല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അള്ളാഹനെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ അള്ളാഹ്ക്ക് നിങ്ങൾ ശുക്റും കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് ഈ ഭരണാധികാരികൾക്ക് സുരക്ഷിതമായിട്ട് ഈ രാജ്യത്തെ ഈ ഇമാറാത്തിനെ ഇനിയും നയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുവേ അവരുടെ ദറജ നീ ഏറ്റി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ അവരുടെ കുടുംബത്തിനും അതിന്റെ സന്തോഷം, അതിന്റെ സമാധാനം കിട്ടാവുന്ന, പാരത്രിക ലോകത്ത് കിട്ടാവുന്ന അത്യുന്നതമായ സ്ഥാനത്തെ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ക്ഷമിക്കാനും അവർക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ രാജ്യത്തിന് ഇനിയും നല്ല നല്ല അവസരങ്ങളെ അല്ലാഹുവേ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും സമാധാനത്തിന്റെ വാഹകരാകാൻ ഇനിയും അവസരം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഇതിന്റെ പിന്നിൽ അവരുടെ മനസ്സും അവരുടെ ആരോഗ്യവും അവരുടെ ചിന്തയും അവരുടെ സമ്പത്തും പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവേ സ്വർഗത്തിൽ അത്യുന്നതമായ പദവി നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾക്ക് വിട്ടകന്നു പോയിട്ടുള്ള ബന്ധുക്കൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, അവരുടെ ഖബർ നീ സ്വർഗത്തോപ്പാക്കി മാറ്റണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളെ സ്വാലിഹായിട്ടുള്ള മുറാദുകളെ നീ പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളെ ഭാര്യമാരിലും മക്കളിലും കൺകുളിർമ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ സ്വാലിഹായ മക്കളാക്കി ഞങ്ങളെ മക്കളെ നീ മാറ്റണേ റഹ്മാനെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആൾക്ക് മക്കളെ നീ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഈമാനോടുകൂടി ഈമാനെന്നും ഇസ്ലാമും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനും അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിച്ചു പോകാനും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, ശിഫ നൽകണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ്സിനെ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ രാജ്യം കഷ്ടപ്പെടുന്ന അതിന് അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. اللهم احفظ رئيس الدولة الشيخ محمد بن زايد. اللهم وفقنا ونوابه وإخوانه إحكام الإمارات وولي عهده الأمين لما تحبه وترضى. واشمل بتأييدك وتوفيقك حاكم هذه الإمارات الشيخ سعود بن صقر القاسم. اللهم ارحم الشيخ زايد. اللهم ارحم شيخ راشد. اللهم ارحم شيخ صقر بن محمد القاسم. اللهم اجعلنا بك مؤمنين ولك عابدين وإليك منيبين وبوالدينا بارين. اللهم ارحم المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلما وألحقنا بالصالحين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. باقي